ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തസ്നിഫൈ. അപ്പം ഞങ്ങൾ നാട്ടിലെത്തി. വീട്ടിൽ തന്നെ ഇരുന്നപ്പോഴത്തേക്കും ചടുപ്പ് തോന്നിയിട്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഈവനിങ് ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങാം. അപ്പം ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഞങ്ങളൊരു 4-4:30 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. എന്നാലും അത്യാവശ്യം വെയിലൊക്കെ ആയിരുന്നു. വെയിൽ ആറി വരുമ്പോഴത്തേക്കിനായിരുന്നു കേട്ടോ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് സ്കൈ ഒക്കെ ഭയങ്കര തെളിഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുളാൻ തുടങ്ങി. ഭയങ്കര റെയിനിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുണ്ട് പോയി. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെയിനി സീസൺ. ഇങ്ങനെ കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ദീദീൻ്റെ ബേബി ഉണ്ടായിരുന്നു. അവൾ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ബേബീനെ ഞാൻ എൻ്റെ മടിയിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞൻ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നതോടെ എനിക്ക് വീഡിയോ മടിക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര ഷേക്കിംഗ് ഒക്കെ ആയിരുന്നു. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ എടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഗേൾസ് നോക്കുമ്പോൾ ചാറ്റൽ മഴയൊക്കെ ആഹാ നല്ല രസമായിരുന്നു മഴയത്ത് നടക്കാനൊക്കെ. പക്ഷെ ഞങ്ങൾ കുട എടുക്കാൻ പറഞ്ഞു. കുട എടുത്തായിരുന്നു, 2 ഉണ്ടായുള്ളൂ. പക്ഷെ ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു. കുഞ്ഞനൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എല്ലാവർക്കും കൂടെ പോകാൻ പറ്റിയില്ലായിരുന്നു. കൊച്ചിന് മാത്രമേ റെയിൻകോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ മയത്ത് നടന്നു. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫുള്ള് നിറയെ വെള്ളം ഉണ്ടാവുന്നതാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അന്ന് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും വെള്ളം അധികം ഉണ്ടായിരുന്നില്ല. പറ്റിയ പോലെയായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പോൾ സ്ഥലം വരുന്ന കണ്ണൂർ ഇരിട്ടിയുടെ അടുത്ത് എടക്കാനം എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. നല്ല വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ്. ഈവനിങ് ഒക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല ക്ലൈമറ്റും ഈ മൺസൂൺ കാലത്തൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. നല്ല രസമാണ് അവിടെ പോയി നിൽക്കാനൊക്കെ. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സമാധാനം പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറൊക്കെ പിടിക്കാനാണ് താല്പര്യമെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോക്കും. നല്ല അടിപൊളിയാട്ടോ. ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും നല്ല സ്ഥലമായിരുന്നു. ആസ്വദിച്ച് തീർന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇത് വാപ്പിയുടെ സിസ്റ്ററാണ്. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.